ചിറമനേങ്ങാട് കനിവ് എന്റെ വീട് വൃദ്ധസദനത്തിലെ ബീവാ തുമ്മ ഓർമ്മയായി. സങ്കടം താങ്ങാനാകാതെ അജിതയും അന്തേവാസികളും. 6 വർഷം മുമ്പായിരുന്നു ബീവാത്തുമ്മ ചിറമനേങ്ങാട് കനിവിലെ എന്റെ വീടായ വൃദ്ധസദനത്തിൽ എത്തിയത്. വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് പുന്നയൂർക്കുളം ഇല്ലത്തുകായിൽ മുഹമ്മദുണ്ണിയുടെ മരണത്തെ തുടർന്ന് മക്കളില്ലാത്ത ബീവാത്തുമ്മയെ വീട്ടുകാർ പുന്നയൂർക്കുളത്തു നിന്നും കല്ലമ്പുറത്തെ തറവാട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. പിന്നീട് ബീവാത്തുമ്മയുടെ രക്ഷിതാക്കളായ കല്ലമ്പുറം ചാത്തംകോട്ടിൽ ആലി ഇയാത്തുമ്മയുടെ മരണശേഷം ബീവാത്തുമ്മയെ മറ്റാരും പരിചരിക്കാനില്ലാത്തതിനാൽ ബന്ധുക്കൾ കനിവിൽ എത്തിക്കുകയായിരുന്നു. കനിവിലെത്തിയ ഇവർ പിന്നീടുള്ള വർഷങ്ങൾ അതീവ സന്തോഷവതിയായിരുന്നു. കനിവിലെ തന്നെ അന്തേവാസിയായ അജിതയായിരുന്നു ബീവാത്തുമ്മയുടെ മകളെപ്പോലെ മുഴുവൻ സമയങ്ങളിലും പരിചാരകയായിട്ടുണ്ടായിരുന്നത്. കനിവിലെ ഏതാഘോഷങ്ങളിലും സജീവമായി പങ്കെടുത്തിരുന്ന ബീവാത്തുമ്മ കനിവിലെ സഹ അന്തേവാസികൾക്കും ട്രസ്റ്റ് ഭാരവാഹികൾക്കും ഏറെ പ്രിയങ്കരിയായിരുന്നു. കനിവിൽ അന്തേവാസികൾ സംഘടിപ്പിക്കുന്ന കലാപരിപാടികളിൽ ഒപ്പനയിലെ സ്ഥിരം മണവാട്ടിയായി വേഷമിട്ടിരുന്ന ബീവാത്തുമ്മയുടെ വേർപാട് ഇവിടെയുള്ള അന്തേവാസികൾക്ക് താങ്ങാനാകാത്ത സങ്കടമായി മാറി. 86-കാരിയായ ബീവാത്തുമ്മ ആഴ്ചകളായി അത്യാസന്ന നിലയിൽ കഴിയുകയായിരുന്നു. ഞായറാഴ്ച രാവിലെ 10:30 കനിവിൽ വെച്ചായിരുന്നു അന്ത്യം. കനിവ് ചെയർപേഴ്സൺ എസ് ജമീലയുടെ നേതൃത്വത്തിൽ സംസ്കാര കർമ്മങ്ങൾ നടത്തി. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം കെ എ ജ്യോതിഷ്, ട്രസ്റ്റ് അംഗം സ്മിത മുരളി, കനിവ് ട്രസ്റ്റ് മാനേജർ ബാപ്പുനു വി മുഹമ്മദ്, ഭാഗ്യശ്രീ, പൊതുപ്രവർത്തകരായ എം എ കമറുദ്ദീൻ, ഷക്കീർ അണ്ടിക്കോട്ടിൽ എന്നിവർ പങ്കെടുത്തു. കനിവിലെ സമീപത്തെ ചിറമനേങ്ങാട് നമസ്കാര പള്ളിയിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ മയ്യത്ത് നമസ്കാരത്തിനു ശേഷം മൃതദേഹം ബീവാത്തുമ്മയുടെ സ്വദേശമായ കല്ലമ്പുറത്തേക്ക് ബന്ധുക്കളുടെ നേതൃത്വത്തിൽ ആംബുലൻസിൽ കൊണ്ടുപോവുകയും വൈകിട്ട് 5 കല്ലമ്പുറം വടക്കുമുറി മഹല്ല് മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കം നടത്തുകയും ചെയ്തു.